Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. കുറച്ച് ഭാഗം പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത് വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ എടുത്ത ഭാഗം വരെ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? എന്താണ് ഒരു ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ, ക്രിട്ടിക്കൽ കെയർസ് അല്ലെങ്കിൽ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പരിചരണം ക്രിട്ടിക്കലി ഇൽ അല്ലെങ്കിൽ ഇൻജേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നൽകുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. യൂണിറ്റിന്റെ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ്സ് ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജേർഡ് പേഷ്യന്റ് അല്ലെ. വളരെ ഗുരുതരാവസ്ഥയിലുള്ള അസുഖങ്ങളാലോ പരിക്കുകളാലോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികൾക്ക് തീവ്ര പരിചരണം നൽകുന്ന ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വളരെ സ്പെഷ്യലി എന്താണ് പരിശീലനങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് സപ്പോർട്ടുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് കൂടിയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിനെ സാധാരണ ഒരു ICUവിലേക്ക് പേഷ്യൻസിന് റെഫറൻസ് വഴിയാണ് ഒരു ICUവിലേക്ക് പേഷ്യന്റ് എത്തപ്പെടുക അല്ലെ. ഒന്നല്ലെങ്കിൽ അതൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന റെഫറൽ ആയിരിക്കും അല്ലെ. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു, അവരുടെ കണ്ടീഷൻ ICUവിൽ അല്ലെങ്കിൽ തീവ്ര പരിചരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഡയറക്ട്ലി അവിടെ നിന്നും ICUവിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വരാം. അല്ലെങ്കിലോ വാർഡോ അല്ലെങ്കിൽ റൂമുകളിലോ ഉള്ള പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് വഷളാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ കുറച്ച് റാപ്പിഡ്ലി വളരെ പെട്ടെന്ന് എന്തെങ്കിലും മോശമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇമ്മീഡിയറ്റ് ആയിട്ട് ICUവിലേക്ക് മാറ്റേണ്ടതായിട്ട് വരാം. അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാകുന്ന ഏതെങ്കിലും സർജറീസ് ആ പേഷ്യൻസിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിസ്ക് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉള്ള ഒരു സർജറിയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനുശേഷവും ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ആ പേഷ്യൻസിനെ നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ICUവിലേക്ക് പ്രവേശിപ്പിക്കാറുണ്ട്. സോ ഇത്തരത്തില് റെഫറൽ വഴിയാണ് സാധാരണ ഒരു പേഷ്യൻസ് ICUവിലേക്ക് എത്തുന്നത്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഹു ആർ കെയർ ഫോർ ദ ICU. ICUവുമായി ബന്ധപ്പെട്ട അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു പേഷ്യന്റിനെ നമുക്ക് പ്ലാൻ ചെയ്ത് ICUവിലേക്ക് കൊണ്ടുപോകും. അതായത് ഒരു സർജറിക്ക് ശേഷമൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള വലിയ മുറിവുണ്ടാക്കുന്ന വലിയ കോംപ്ലക്സ് സർജറീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഓൾറെഡി ICUവിൽ ഒരു അഡ്മിഷൻ എടുത്തു വെക്കാറുണ്ട്. ഈ പേഷ്യൻസിന് സർജറിക്ക് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ ആ ഒരു ICU അഡ്മിഷനിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ICUവിൽ എന്ത് ചെയ്യും, പ്രവേശിപ്പിക്കുകയും കുറച്ച് ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ മോണിറ്ററിംഗ് ഒക്കെ കൊടുക്കുകയും ചെയ്യും. അതല്ലാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അഡ്മിഷൻ ICUവിലേക്ക് വരാറുണ്ട് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും ആക്സിഡൻസിന്റെ ഫലമായിട്ട് വരുന്ന പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ഒരു സാധാരണയായിട്ട് എന്താണ് എന്തെങ്കിലും അസുഖങ്ങളാല് അവിടെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരാണ്, അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം മോശമാവുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിലും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ICU അഡ്മിഷൻ ആയിരിക്കും അന്നേരം വരിക. അപ്പൊ അതുപോലെ ആക്സിഡന്റ് അതായത് പ്ലാൻ ചെയ്തും അഡ്മിഷൻ എടുക്കാറുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അഡ്മിഷൻസും ICUവിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽ ICUs സ്പെഷ്യലൈസ് ചെയ്യുന്ന ചില ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വണ്ണാണ് സിവിയർ ബേൺസ് അല്ലെ. വലിയ രീതിയിലുള്ള പൊള്ളലുകളേറ്റ ആളുകൾക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് ട്രീറ്റ്മെന്റുകളിൽ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്.
അതുപോലെ റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ, ശ്വസനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തൊറാസിക് സർജറി, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലുള്ള ഓർഗൻസുമായി ബന്ധപ്പെട്ട സർജറീസുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനെ കെയർ കൊടുക്കാനായിട്ട് കോംപ്ലക്സ് സ്പൈനൽ സർജറീസ്, നമ്മുടെ നട്ടെല്ലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട സ്പൈനൽ കോഡ്, നമ്മുടെ നട്ടെല്ല്, അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സർജറിയുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉള്ള കെയർ കൊടുക്കാനായിട്ട് മേജർ ട്രോമ, വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച ആളുകൾ, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡൻസ് ആവാം, എന്തെങ്കിലും വീഴ്ചകളാവാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശാരീരിക ക്ഷതങ്ങളോ പരിക്കുകളോ അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ സംഭവിച്ചവർക്ക് വേണ്ടിയിട്ട് കെയർ കൊടുക്കാൻ വേണ്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഓർഗൻസ് അല്ലെ, നമ്മുടെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളിലും കെയറുകൾ കൊടുക്കാൻ, സെപ്സിസ്, അണുബാധകൾ മൂലം ഉണ്ടാകുന്ന അവസ്ഥകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ കാർഡിയക് അറസ്റ്റ്, ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സ്തംഭനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി. സോ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഹോസ്പിറ്റൽസിൽ സ്പെഷ്യലൈസ്ഡ് ICU യൂണിറ്റുകൾ പ്രവർത്തിക്കാറുണ്ട്. ഇനി കോമൺ ടൈപ്പ്, നമ്മുടെ മിക്ക ഹോസ്പിറ്റലുകളിലും കാണുന്ന കോമൺ ടൈപ്സ് ഓഫ് ICU കുറച്ച് എണ്ണത്തിന്റെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോമോ അതിന്റെ എക്സ്പാൻഡഡ് ഫോമോ, അതിൽ കുറച്ചെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CICU. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CICU എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ അല്ലെ, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള പേഷ്യൻസിന്, അതായത് ഹാർട്ട് അറ്റാക്ക് മുതലായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി മുതലായിട്ടുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച പേഷ്യൻസിന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയറുകൾ അല്ലെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CICU എന്ന് പറയുന്നത്. രണ്ടാമത്തത് കാർഡിയോ വാസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CVTS ICU എന്ന് പറഞ്ഞാല് കാർഡിയോ വാസ്കുലാർ എന്ന് വെച്ചാൽ എന്താണ്? കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്നുള്ള അർത്ഥമാണ്, അതിലേക്കാണ് അതാണ് മീനിങ്. വാസ്കുലാർ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അർത്ഥമാണ് വരുന്നത്. ഇത് ഓൾറെഡി ഈ ഒരു കാർഡിയോ വാസ്കുലാർ എന്ന് പറഞ്ഞ ടേം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടില്ലേ? ഡിപ്പാർട്ട്മെന്റില് കാർഡിയോ വാസ്കുലാർ എന്നുള്ള ടേം പഠിച്ചു അല്ലെ? അങ്ങനെയൊന്നും എപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങള് പിന്നീട് ആ ഒരു ടേം ഒക്കെ വരുമ്പോ ഒന്ന് കണക്ട് ചെയ്യാൻ പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മറന്നു പോവില്ല. അപ്പൊ അങ്ങനെ ഇനി വരുന്ന സമയത്താണെങ്കിലും കാർഡിയോ വാസ്കുലർ എന്ന് പറഞ്ഞാൽ ഹാർട്ടും അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസുമാണ് എന്ന് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മാത്രമല്ല, നിങ്ങൾക്ക് ഇനി പിന്നെ ഭാവിയിലേക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ടേംസ് പറയുമ്പോൾ അത് ഇന്നതാണെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയവുമായി ബന്ധപ്പെട്ട നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ നമ്മുടെ ലങ്സ് മുതലായ ഓർഗൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുന്ന, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുന്ന ശസ്ത്രക്രിയകളിൽ നിന്ന് റിക്കവർ ആവുന്ന പേഷ്യൻസിന് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ICU ആണ് CVTS ICU അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതെ നമ്മുടെ ദഹനനാളവുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റുമായി ഒക്കെ ബന്ധപ്പെട്ട്, അതെ അതിൽ ഒരുപാട് ഓർഗൻസ് വരുന്നത്, നമ്മുടെ ലിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ആ ഒരു നമ്മുടെ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റുമായി ബന്ധപ്പെട്ട അതുമായി അനുബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പേഷ്യൻസിനും അസുഖങ്ങൾ അനുഭവപ്പെടുന്ന പേഷ്യൻസിനും ഒക്കെ ട്രീറ്റ്മെന്റുകളും കെയറുകളും കൊടുക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ICU ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ GICU എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്? പൊതുവായിട്ട് അല്ലെ, ജനറൽ ആയിട്ട് പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന. അപ്പോൾ GICU എന്ന് പറയുമ്പോൾ MICU എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരുപാട് കാര്യം, സെപ്സിസ്, അണുബാധകൾ വന്നതാവാം, പോയിസണിങ്ങുമായി ബന്ധപ്പെട്ടാവാം, ഓർഗൻ ഫെയിലിയറോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറോ, അത്തരത്തിൽ പൊതുവായിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഇടമാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICU എന്ന് പറയുമ്പോഴോ
അതെ, ന്യൂ ബോൺ ബേബി അല്ലെ, അല്ലെങ്കിൽ പ്രീമച്വർ ആയിട്ടുള്ള ബേബീസിന് ന്യൂ ബോൺ ബേബീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കെയറുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICU എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നെർവ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്പൈനൽ കോഡുമായി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ഇപ്പോ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ നടത്തിയ ആളുകൾക്ക്, അതുപോലെ തന്നെ എന്താണ് സ്ട്രോക്ക്, അതുപോലെ സിവിയർ ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറീസ് വന്ന ആളുകള്, ബ്രെയിൻ ട്യൂമേഴ്സ്, അത്തരത്തിലുള്ള, അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന അത്തരം ആളുകളെ നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ, അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള എന്താണ് സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള. അപ്പോ അവിടെ പീഡിയാട്രിക്സ് ഇന്റൻസീവ് കെയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ന്യൂബോൺ അല്ല, അതല്ലാത്ത രീതിയിലുള്ള അത്തരം കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ICU ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ SICU എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർജിക്കൽ ഇന്റൻസീവ് കെയർ. അതെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. ഇത് എന്താണ്? ആഫ്റ്റർ സർജറിക്ക് ശേഷം പേഷ്യൻസിന് തീവ്രമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്ന അല്ലെ യൂണിറ്റ് ആണ് എന്താ സർജിക്കൽ ഇന്റൻസീവ് കെയർ. ഇപ്പൊ കാർഡിയക് സർജറി ആവാം, നമ്മുടെ ഓർത്തോപെഡിക് സർജറീസ് ആവാം. അപ്പൊ അങ്ങനെ ഏതൊരു സർജറി, ഇപ്പൊ സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം പേഷ്യൻസിന് ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്ന ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ TICU. എന്തായിരിക്കും ട്രോമ ഇന്റൻസീവ് കെയർ? അതെ, വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച ആൾക്ക് അല്ലെ. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർസ് പേഷ്യൻസിന് എക്സ്പീരിയൻസ് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് വന്നവരാവാം, വലിയ രീതിയിലുള്ള പരിക്കുകളോ ആഘാതങ്ങളോ സംഭവിച്ചവരാവാം, ആക്സിഡന്റ് വഴി വന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള വീഴ്ചകൾ വഴി വന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിപിടി കേസുകളോ കുത്തുകേസുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ബേൺസോ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ ഇഞ്ചുറീസോ സംഭവിച്ച പേഷ്യൻസിന് വളരെ തീവ്രമായിട്ടുള്ള പരിചരണം അതൊക്കെ വരും കേട്ടോ. അപ്പൊ അത്തരത്തില് വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ ഇഞ്ചുറീസോ സംഭവിച്ച പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഇടമാണ് TICU അല്ലെങ്കിൽ ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 9 എണ്ണവും നമ്മുടെ കോമൺ ടൈപ്സ് ഓഫ് ICUവിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ ഒരു 9 എണ്ണത്തിൽ നിന്നും നമുക്ക് ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് സാധാരണയായിട്ട് ഇപ്പൊ ഒരു നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ എളുപ്പത്തിൽ കിട്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത് കേട്ടോ. അതല്ല എങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. തന്നിരിക്കുന്നതിന്റെ ഇപ്പൊ ഒരു SICU എന്താണ്, അതിന്റെ എക്സ്പാൻഡ് ഫോം എന്താണ്, അതുപോലെ ഒരു MICU എന്താണ്, അല്ലെങ്കിൽ ഒരു CICU എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കിയ അവിടെ വരെ. എന്താണ് അബ്രഹാം പറഞ്ഞത്? അബ്രഹാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ ഇത്? ഇതിനു മുൻപ് അറ്റൻഡ് ചെയ്തിട്ടില്ല ക്ലാസ് ഒന്നും? റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നോ കണ്ടിരുന്നത്? റെക്കോർഡ് ക്ലാസ്സുകൾ കാണാറുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ 1 and 2 മോഡ്യൂൾസ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കണ്ട് എക്സാം ഒക്കെ ആവാറായിട്ടുണ്ട് 1 and 2 മോഡ്യൂൾസിന്റെ. അപ്പൊ അതിനനുസരിച്ച് പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ള ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അത് കണ്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ എക്സാം ആയിരിക്കും. എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരും, എന്നാണ് എത്ര സ്റ്റഡി ലീവും കാര്യങ്ങളും, എന്നാണ് എക്സാം, അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും കേട്ടോ. വന്നോ? ഡേറ്റ് വന്നു. ഓക്കെ, അപ്പൊ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ടൈം ടേബിളും കിട്ടിയല്ലോ അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ആവാട്ടോ. അപ്പൊ നമ്മുടെ പോർഷൻസ് തീരുന്നത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കേട്ടോ. പോർഷൻസ് തീരുന്നത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. കിട്ടുന്ന സമയങ്ങൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാം, റിവിഷൻസും കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 1 and 2 മോഡ്യൂൾസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് പോർഷൻസ് തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരാണ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൈഡ് മാത്രം പഠിച്ചാൽ പറ്റില്ല കേട്ടോ. മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഗൈഡും ഒക്കെ പഠിച്ചാൽ, എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരിക്കലും ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. മോക്ക് ടെസ്റ്റ് നോക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റുകളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട്, അപ്പൊ മെയിൻ എക്സാമിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറച്ച് കുറയാനായിട്ട് സഹായിക്കും. അപ്പൊ അതിന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകളോ എല്ലാ ചാപ്റ്ററിന്റെയും ഓരോ ക്ലാസ്സും മോക്ക് ടെസ്റ്റുകൾ തരുന്നില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കുക. അതൊന്ന് എക്സാം ആവുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോക്കാട്ടോ. മോക്ക് ടെസ്റ്റുകളും ഗൈഡും എല്ലാം നോക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കില്ല, അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. അപ്പൊ അല്ലാതെയും പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, എക്സാമിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് ഇടുക കേട്ടോ. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേറെ എക്സാം 1 and 2 മോഡ്യൂൾസ് കഴിഞ്ഞാൽ ഒരു മോഡ്യൂൾ എക്സാം ഉണ്ടാവും. അതുപോലെ തന്നെ 3 and 4 മോഡ്യൂൾസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മോഡ്യൂൾ എക്സാം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് പേപ്പർ വൈസ് ആയിട്ടായിരിക്കും എക്സാം. 1, 2, 3, 4 അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് ICUനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാധാരണയായിട്ട് ക്ലോസ്ഡ് യൂണിറ്റ് ആണ് ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും കാണുന്നത്. എന്നാലും രണ്ടായിട്ട് നമുക്ക് ICUനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ഓപ്പൺ യൂണിറ്റും സെക്കൻഡ് വൺ ആണ് ക്ലോസ്ഡ് യൂണിറ്റും. ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ all attending physician may admit and care for patient, and triage decision falls on director of ICU when there is bed or staff shortage. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് അവരെ അറ്റൻഡ് പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും അവരെ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ അവരെ ICUലേക്ക് അഡ്മിറ്റ് ആക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു കടമ അവർക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു പവർ അവർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവരെ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും ആ ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം, അവർക്ക് കെയർ കൊടുക്കാവുന്നതാണ്. ICUലേക്ക് അഡ്മിറ്റ് ചെയ്യാം, കെയർ കൊടുക്കാം. ദെൻ ഇവിടെ ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ട്രയേജ്? പഠിച്ചില്ലേ ട്രയേജ് എന്താന്നുള്ളത്? പഠിച്ചില്ലേ? ട്രയേജ് പഠിച്ചോ? പഠിച്ചു. എന്താണ് ഒരു ട്രയേജ് എന്ന് പറഞ്ഞാൽ? സോർട്ട് ചെയ്യാം അല്ലെ? എങ്ങനെ പേഷ്യൻസിനെ തരംതിരിക്കുക. എന്തിന്റെ ബേസിസിലാണ് പേഷ്യൻസിനെ തരംതിരിക്കുന്നത്? നമ്മള് സോർട്ടിംഗ് ആണ്, ശരിയാണ്. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ പേഷ്യൻസിനെ തരംതിരിക്കുക അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നത്?
അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, അവർക്ക് എത്രത്തോളം എമർജൻസി കണ്ടീഷൻ ആണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻസിനെ തരംതിരിക്കുന്നതാണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ICUലേക്ക് വരുന്ന അല്ലെങ്കിൽ ICUവിലേക്ക് ഒരു പേഷ്യന്റിനെ കടത്തിവിടുമ്പോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോ അവിടെ ഈ ഒരു ട്രയേജ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആ ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണ്ടേ. കാരണം എന്തുകൊണ്ടാണ് ഒരു ICUവിൽ ഒരുപാട് ബെഡോ കാര്യങ്ങളോ ഉണ്ടാവോ? ഒരുപാട് ബെഡും കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ ഒരു വാർഡിലെ പോലെ? ഇല്ല അല്ലെ, വളരെ കുറച്ച് ബെഡിന്റെ അവൈലബിലിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് വളരെ അത്യാഹിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനെ മാത്രമേ നമുക്ക് അവിടേക്ക് കടത്തിവിടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ വരുന്ന എല്ലാവരെയും കൊണ്ടുപോയി നമ്മൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യാറില്ല. അത്രയും സീരിയസ് ആയിട്ടുള്ള, ക്രിട്ടിക്കലി സീരിയസ്, അത്രയും ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനെ മാത്രമേ നമ്മൾ ICUവിലേക്ക് കടത്തിവിടുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വരുന്ന പേഷ്യൻസിന്റെ രോഗാവസ്ഥ എന്താണെന്ന് നോക്കാനും അതുമായി ബന്ധപ്പെട്ട ട്രയേജ് ഡിസിഷൻസ് അല്ലെങ്കിൽ ട്രയേജുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഒരു ബെഡിന്റെ അവൈലബിലിറ്റി കുറവാണ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ ഷോർട്ടേജ് ആണ്, സ്റ്റാഫുകൾ അധികം ലഭ്യമായിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആർക്കായിരിക്കും ആ ഒരു ഡിസിഷൻ പോകുന്നത്? ഡയറക്ടർ ഓഫ് ICUവിന്റെ ഡയറക്ടർക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ അറ്റൻഡിങ് ഡിസിഷൻ, അതായത് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും തമ്മിൽ, അത് ജസ്റ്റ് രണ്ടൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ, എന്നാലേ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും തമ്മിൽ, ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും, ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻ, പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ഫിസിഷ്യനും പേഷ്യൻസിനെ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്യാം, കെയർ കൊടുക്കാം. അത്രയും മനസ്സിലായല്ലോ? അത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ഒരു കോൺസെപ്റ്റിന്റെ മേജർ ഡ്രോബാക്ക് ആണ് അടുത്തതായിട്ട് പറയുന്നത്. രണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമേ. മേജർ ഡ്രോബാക്ക് ഈ ഒരു കോൺസെപ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ that this physician might not have received specialized training for managing critically ill patient is the major drawback of this concept. നമുക്കറിയാം ഒരു ICUവിൽ എന്ന് പറയുമ്പോൾ ശരിയായ ട്രെയിനിങ് ഉള്ള അല്ലെങ്കിൽ ശരിയായ പരിശീലനം ലഭിച്ച മെഡിക്കൽ സ്റ്റാഫുകൾ ആയിരിക്കും ഉണ്ടാവാന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ സാധാരണ ഒരു ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്തരത്തില് നല്ല രീതിയിൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരിക്കില്ല. അതിനുവേണ്ടി ഇന്റൻസിവിസ്റ്റുകളുണ്ട്. അവരാണ് നമ്മൾ ആ ഒരു ICUവിനെ ഇൻചാർജുള്ള അല്ലെങ്കിൽ ICUവിലുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രാക്ടീഷണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റൻസിവിസ്റ്റ് എന്നുള്ളത്. അവർക്കാണ് ശരിക്കും ഒരു ICUവിന്റെ ചുമതല നമ്മൾ കൊടുക്കുക. ഇന്റൻസിവിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു വളരെ ലീഡ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ ICUവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തില് നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പരിശീലനങ്ങളോ കാര്യങ്ങളോ ഈ പറയുന്ന ഫിസിഷ്യൻസിന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ അവിടെ ഫിസിഷ്യൻസിന് ഇത്തരത്തില് നല്ല പരിശീലനങ്ങൾ കിട്ടിയിട്ടില്ല. ICUവിലുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ അവർക്ക് അത്രയധികം ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ ഇല്ല എങ്കിൽ എന്താ പറ്റും? ഒന്നും പറ്റൂലേ? പരിശീലനങ്ങൾ നല്ല രീതിയിൽ ഇല്ലാത്ത ആളുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക? രോഗാവസ്ഥകൾ സീരിയസ് ആവാനും ഒരുപാട് മരണങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ഇല്ലേ? അതാണ് ഈ ഒരു ഓപ്പൺ യൂണിറ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പഠിക്കാം നമുക്ക്. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ the directors and or associates are accountable for all admission and discharge. ഈ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റുകളാണ് അവിടുത്തെ ഡയറക്ടേഴ്സ് ആയിട്ട്. നമ്മൾ സാധാരണ ഒരു ICU ഡയറക്ടർ ആയിട്ട് ഇന്റൻസിവിസ്റ്റുകളാണ് വരെ. അപ്പൊ അത്തരത്തില് ഒരു ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് സ്പെഷ്യലിസ്റ്റ് ഈ ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഡയറക്ടറുടെ അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റ്സ് ആയിട്ട് നിൽക്കുന്നവർക്കാണ് ഈ ഒരു ICUയിലോട്ടുള്ള അഡ്മിഷൻ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജുകളായിക്കോട്ടെ അതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും അവരിലായിരിക്കും നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റതിൽ നമ്മൾ എന്താ പറഞ്ഞേ? എല്ലാ ഫിസിഷ്യൻസിനും അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫിസിഷ്യൻസിനും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാം, കെയർ നൽകാം എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ പക്ഷേ ഇത് പറയുന്നുണ്ടോ?
അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫിസിഷ്യൻസിനും അത് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. ദ ഡയറക്ട് മാൻ ഓർ ഹിസ് അസോസിയേറ്റ്സ് അല്ലെ, ഡയറക്ടർക്കോ അവരുടെ അസോസിയേറ്റ്സിനോ ആണ് അതിനുള്ള ഉത്തരവാദിത്തം അല്ലെ. അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനും ഡിസ്ചാർജ് നൽകാനുമുള്ള ഉത്തരവാദിത്തം ഡയറക്ടറിനും അസോസിയേറ്റ്സിനും ആയിരിക്കും. മനസ്സിലായല്ലോ? വൺസ് ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, ഒരു പ്രാവശ്യം നമ്മളൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്താൽ ദ യൂണിറ്റ് ടീം ടേക്ക് കെയർ ഓഫ് ദ by collaborating with admitting team and for efficient patient care. ഒരു പ്രാവശ്യം നമ്മൾ ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു, ഒരു ഐസിയുലേക്ക് അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആ ഒരു യൂണിറ്റ് ടീം മുഴുവനായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട്, ആ ഒരു അഡ്മിറ്റിംഗ് ടീമുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പേഷ്യൻസിന് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണം നൽകാനും ശ്രമിക്കുന്നു. Then post unit may be helpful for the following reason. Post unit വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മറ്റേ ഡ്രോബാക്ക് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു യൂണിറ്റിന്റെ ഒരു എന്താണ് ഫോളോ ചെയ്യാൻ, യൂണിറ്റ് ഹെൽപ്ഫുൾ ആവുന്നതിന്റെ കുറച്ച് റീസൺസ് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷിയേഷൻ. എന്താ, വളരെ സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യസമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിനെ വിലയിരുത്താനും ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കാനും സാധിക്കുന്നില്ലേ? കാരണം അത് ആ ഒരു യൂണിറ്റ് ടീം, ആ ഒരു അഡ്മിറ്റിംഗ് ടീമുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ സമയബന്ധിതമായിട്ട് പേഷ്യൻസിനെ വിലയിരുത്താനും ട്രീറ്റ്മെന്റുകൾ എളുപ്പത്തിൽ ആരംഭിക്കാനും സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇന്റൻസിവിസ്റ്റ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. നമ്മുടെ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്റൻസിവിസ്റ്റ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള, വളരെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നല്ല സ്പെസിഫിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള പരിചരണം കിട്ടുന്നില്ലേ? അപ്പൊ ഇവിടെ ആ ഒരു മരണനിരക്ക് എങ്ങനെയായിരിക്കും? കുറവായിരിക്കില്ലേ? മറ്റതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ഓപ്പൺ യൂണിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കുറെ ഡ്രോബാക്സുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ആണ് ഇപ്പോ സാധാരണയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓപ്പൺ യൂണിറ്റും ഉണ്ട്, ക്ലോസ്ഡ് യൂണിറ്റും ഉണ്ട്. അപ്പൊ രണ്ടിനെയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. പറയാം കേട്ടോ. ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ടും ഒന്ന് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് വായിക്കുക, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ ഒന്നുകൂടി. മോക്ക് ടെസ്റ്റിന്റെ ഫോർമാറ്റിൽ തന്നെയായിരിക്കും കേട്ടോ. ലൈവ് ആയിട്ടായിരിക്കും എക്സാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയായിരിക്കും കേട്ടോ. അതേ ഫോർമാറ്റ് അത് തന്നെ, ലൈവ് ആയിരിക്കും എക്സാം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം കേട്ടോ, ശ്രദ്ധിക്കണേ. ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാല് അതിൽ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ അതിൽ തന്നെയല്ലേ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ അതിൽ തന്നെയല്ലേ മാർക്ക് ചെയ്യാം.
നെറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് അവർ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരും കേട്ടോ. അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും, ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സാധാരണ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ മാർക്ക് ചെയ്യുന്നത് അതിൽ തന്നെയല്ലേ, അതുപോലെ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഓപ്ഷൻസ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കാന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാണ്, നോക്കാം കേട്ടോ. ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ്. ഇപ്പൊ ഇവിടെ ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ്, അതായത് അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫിസിഷ്യൻസിനും അവരുടെ പേഷ്യൻസിനെ വേണമെങ്കിൽ ഐസിയുലേക്ക് അഡ്മിറ്റ് ചെയ്യാം, കെയർ കൊടുക്കാം. അപ്പൊ ഇവിടെ അപ്പൊ അവർ അറ്റൻഡ് ചെയ്യുന്ന ഓപ്പൺ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ അവിടെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ്, അവരുടെ പ്രൈമറി ഫിസിഷ്യൻ ആണെങ്കിൽ പ്രൈമറി ഫിസിഷ്യൻ ആരാണോ അവർക്ക് അതിനുള്ള ആ ഒരു എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിനെ ഐസിയുലേക്ക് അഡ്മിറ്റ് ചെയ്യാം. അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തതും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ആ ഫിസിഷ്യൻ തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവർക്കായിരിക്കും ആ ഒരു ഇൻചാർജ് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഇന്റൻസിവിസ്റ്റുകൾ വരും എപ്പോ മാത്രം, ജസ്റ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമേ ഇന്റൻസിവിസ്റ്റുകൾ അവിടെ വരുന്നുള്ളൂ. അല്ലാതെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഇന്റൻസിവിസ്റ്റിനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണേ. അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് അതിന്റെ ആ ഒരു ഇൻചാർജ് ഉണ്ടായിരിക്കുക. ഇന്റൻസിവിസ്റ്റുകൾ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ മാത്രമായിരിക്കും. അപ്പോ അവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ അവിടെ ഇവിടെ ട്രയേജ് ഡിസിഷൻ ഫോഴ്സ്, അതായത് ഇവിടെ ഡയറക്ടറിലേക്ക് ആ ഒരു ട്രയേജ് ഡിസിഷൻ പോകുന്നത് എപ്പോ മാത്രമേ പോകുന്നുള്ളൂ, ഒരു ബെഡിന്റെ അവൈലബിലിറ്റി കുറവോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഷോർട്ടേജോ വരുമ്പോ മാത്രമേ ആ ഒരു ട്രയേജുമായി ബന്ധപ്പെട്ട തീരുമാനം ICU ഡയറക്റ്റിലേക്ക് പോകുന്നുള്ളൂ. അല്ലാത്ത സമയം മുഴുവൻ ICUലേക്ക് ഏത് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണം, അവർക്ക് എങ്ങനെ കെയർ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് ഇൻചാർജിൽ ഉണ്ടാവുക. ഇന്റൻസിവിസ്റ്റുകള് ജസ്റ്റ് അവിടെ എന്താണ് ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ട്രയേജ് എന്നോ? ട്രയേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോർട്ട് ചെയ്യാണ്, അതായത് വരുന്ന ഇപ്പൊ ഒരു ICUലേക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതിൽ എല്ലാ പേഷ്യൻസിനും നമുക്ക് തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമായി വരില്ലല്ലോ. അപ്പൊ അതിന് അവരുടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ കണ്ടീഷൻ എന്താണ്, അവരുടെ എമർജൻസി സിറ്റുവേഷൻ എങ്ങനെയാണ്, ആർക്കാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടത്, അതിനനുസരിച്ച് അവരുടെ ആ ഒരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഓരോരുത്തർക്കും ആദ്യം ആർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് നമ്മൾ വേർതിരിക്കുക അല്ലെങ്കിൽ തരം തിരിക്കുന്നതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇത് അഭിരാം എന്നല്ലേ പേര്? ഓക്കെ, അപ്പൊ അഭിരാമിന് ജസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകൾ കാണാത്തത് കൊണ്ടാണ് ഈ ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഇന്നാണ് ആദ്യമായിട്ട് കയറിയെന്നല്ല പറഞ്ഞേ. അപ്പൊ ഓൾറെഡി ഇപ്പൊ നമുക്ക് നാളെ എന്താണ് സൺഡേ ഒക്കെ ആണല്ലോ. അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളെയും ചാപ്റ്റേഴ്സ് ഒന്ന് കാണുക കേട്ടോ. ക്ലാസ്സുകൾ ഒന്ന് കണ്ട് പഠിക്കണേ, എന്നാൽ മാത്രമേ നമ്മുടെ കുറെ ടേംസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഇപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതേസമയം അഭിരാം എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ആയിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ അധികം ടേംസും കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിലും എളുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മിസ് ആദ്യമേ പറഞ്ഞത് റെക്കോർഡ് ക്ലാസ്സുകൾ കാണണം, എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എക്സാം പോയി എഴുതുമ്പോൾ പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പൊ കിട്ടുന്ന ഫ്രീ ടൈമില് മാക്സിമം റെക്കോർഡ് ക്ലാസ്സുകൾ ഒന്ന് കണ്ടു പഠിച്ചിട്ട് വേണം കേട്ടോ എക്സാം ആണെങ്കിലും ഇനിയുള്ള തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിലേക്കാണെങ്കിലും വരേണ്ടത് കേട്ടോ. എന്താണ് ഇത്രയും ദിവസം അറ്റൻഡ് ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താണ് ഇത്രയും ദിവസം അറ്റൻഡ് ചെയ്യാതിരുന്നതും റെക്കോർഡ് ക്ലാസ്സുകളൊന്നും കാണാതിരുന്നത് എന്താണ്? വർക്ക് ചെയ്യുകയാണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ? വർക്കിംഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങള് ഇതിലൊന്ന് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് ഉണ്ടല്ലോ, PROs ഉണ്ടല്ലോ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താലും ലഭ്യമാക്കി തരും കേട്ടോ. അപ്പൊ അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തരും.
അപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്തത് കിട്ടാത്ത ചാപ്റ്റേഴ്സിലൊക്കെ ആണെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, സിലബസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ, ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നല്ലോ അല്ലെ? അതൊക്കെ ഓൾറെഡി കയ്യിലില്ലേ? അതൊന്നുമില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ PROs ഉണ്ടല്ലോ, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന, അപ്പൊ അവരുമായിട്ട് ഒന്ന് മെറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് ലഭ്യമാക്കുക കേട്ടോ. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം പോലെ നമുക്ക് പഠിക്കണമെങ്കിലും മറ്റേ സിലബസ് ഏതാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓരോ മൊഡ്യൂൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് ആവശ്യമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എളുപ്പത്തിൽ എത്രയും വേഗം തന്നെ അതൊന്ന് മേടിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പൺ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എല്ലാ അറ്റൻഡ് ചെയ്യുന്ന പ്രൈമറി ഫിസിഷ്യൻ ആരാണോ അവർക്കാണ് ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട അവരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ അല്ലെ. റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും ഇൻചാർജ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ICUയുടെ ബെഡ് ഷോർട്ടേജോ അല്ലെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജോ വരുമ്പോൾ മാത്രമാണ് ആ ഒരു ട്രയലേജ് ഡിസിഷൻ ICU ഡയറക്റ്റിലേക്ക് പോവുക. അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ ഇന്റൻസിവിസ്റ്റുകളുടെ റോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇൻചാർജ് എന്ന് പറയുന്നത് അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആയിരിക്കും. അത്രയും ക്ലിയർ ആണോ? അത്രയും മനസ്സിലായോ? അപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളായിക്കോട്ടെ, എല്ലാ ട്രീറ്റ്മെന്റുകളും ആയിക്കോട്ടെ, ഡിസിഷൻസ് തീരുമാനങ്ങളായിക്കോട്ടെ, എല്ലാം അവരുടെ ഒരു പ്രൈമറി ഫിസിഷ്യൻ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട ഇൻചാർജ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റിൽ പറഞ്ഞു ഇന്റൻസിവിസ്റ്റുകളാണ് അവിടെ ആ ഒരു പേഷ്യൻസിന്റെ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ഇൻചാർജ് ഇന്റൻസിവിസ്റ്റുകളൊക്കെയാണ് ക്ലോസ്ഡ് യൂണിറ്റിൽ. അപ്പൊ ഒരു ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാം. ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാല് 17th മെയിൻ എക്സാം അല്ല, മോഡ്യൂൾ എക്സാം ആണ് കേട്ടോ. 1 and 2 മോഡ്യൂൾസ് നമ്മുടെ കംപ്ലീറ്റ് ആവാണ്. അപ്പൊ അതിന്റെ 1 and 2 മോഡ്യൂൾസിന്റെ മോഡ്യൂൾ എക്സാം ആണ് നടത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ 3 and 4 മോഡ്യൂൾസ് കഴിയുമ്പോൾ ഒരു മോഡ്യൂൾ എക്സാം ഉണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ എക്സാം വരെ. ഓക്കെ, ശരി. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മുടെ ഇവിടെ ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു. ക്ലോസ്ഡ് യൂണിറ്റില് ഇവിടെ ഡയറക്ടർ അവരുടെ അസോസിയേറ്റ്സ്, അതായത് ഇവിടെ ഇന്റൻസിവിസ്റ്റുകൾക്കാണ് പ്രാധാന്യം. അപ്പൊ ഇവിടെ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാല് സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്, വളരെ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സ്പെസിഫിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അവർക്കാണ് അവരുടെ നേതൃത്വത്തിലാണ് അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവരുമായി ബന്ധപ്പെട്ട എന്തൊരു ട്രീറ്റ്മെന്റും തീരുമാനങ്ങൾ എടുക്കുന്നതും ഇന്റൻസിവിസ്റ്റുകള് ലീഡ് ചെയ്യുന്ന ടീമായിരിക്കും. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ് വരിക? അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് ഒരു ഓപ്പൺ യൂണിറ്റിലേക്ക് വരുമ്പോ അവിടെ ആ ഒരു മേജർ ഡ്രോബാക്ക് അത് തന്നെയാ പറയുന്നത്. കാരണം ഒരു സാധാരണ ഒരു ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്തരത്തില് സ്പെഷ്യലി ട്രെയിനിങ്ങോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. കിട്ടിയിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് വരുന്ന പേഷ്യൻസിന് മതിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനോ ചിലപ്പോ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും നല്ല രീതിയിലുള്ള കെയറോ കാര്യങ്ങളോ ഒരു സാധാരണ ഒരു ഫിസിഷ്യന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് അതിൽ നല്ല രീതിയിൽ സ്പെഷ്യൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ പരിശീലനങ്ങളോ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് അല്ലേ. അപ്പൊ അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും അവർക്ക് ആവശ്യമായ രീതിയിൽ ക്രിട്ടിക്കലി അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഏത് ഓപ്പൺ യൂണിറ്റിന്റെ കേട്ടോ. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റില് അവിടെ എന്താണ്, ഒരു ഇന്റൻസിവിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻചാർജ് ഉള്ളത്. അവർ ലീഡ് ചെയ്യുന്ന ആ ഒരു ടീമായിരിക്കും, അവർക്കായിരിക്കും ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. ഒരു ICUലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്ന ആ ഒരു അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവരാണ് തീരുമാനം എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയം മുതൽ ആ ടീം മെമ്പേഴ്സ് വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ആവശ്യമായ കാര്യക്ഷമമായ ഒരു പരിചരണം
അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കൂടുതൽ കെയർ കിട്ടുന്നു, കൂടുതലായിട്ട് അവരെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും അതിനനുസരിച്ച് പേഷ്യൻസിന് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റുന്നില്ലേ. വളരെ സമയബന്ധിതമായിട്ട് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കാൻ പറ്റും. അതുപോലെ നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരെ പരിശീലിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും അതുമായി ബന്ധപ്പെട്ട നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ക്ലോസ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ അതെ ഡെത്ത് ഒക്കെ കുറവായിരിക്കും, മരണനിരക്ക് ആയിക്കോട്ടെ, അവരുടെ ആ ഒരു റിസൾട്ട് ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് വളരെ നല്ലൊരു വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടാനായിട്ട് ക്ലോസ്ഡ് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും മനസ്സിലായോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫിംഗ്. ഈ ഒരു ICUമായി ബന്ധപ്പെട്ട സ്റ്റാഫിംഗ് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടെ സ്റ്റാഫിംഗ്, ഏതൊക്കെ സ്റ്റാഫുകളെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ സ്റ്റാഫ്. അപ്പൊ ICUലുള്ള മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ആരാണ് ഇന്റൻസിവിസ്റ്റ് എന്നൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ് ഒന്നാമത്തെ മെഡിക്കൽ സ്റ്റാഫുകളിൽ വരുന്നത്. രണ്ടാമത്തത് റെസിഡന്റ് ഡോക്ടേഴ്സ്. സീനിയർ ആൻഡ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് സീനിയർ ആൻഡ് ജൂനിയേഴ്സ് ഉണ്ട്. സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞാല് അതായത് പോസ്റ്റ് MD ചെയ്തവര്. എന്താണ് പോസ്റ്റ് MD? ഡോക്ടർ ഓഫ് മെഡിസിൻ ചെയ്ത പോസ്റ്റ് ഗ്രാജുവേഷൻസ് എടുത്ത ആളുകളിലെ പോസ്റ്റ് MD എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ്, അത്തരത്തിലുള്ളവരാണ് നമ്മുടെ സീനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. അതായത് അവര് ആ ഒരു പോസ്റ്റ് MD കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് അവർക്ക് ഒരു കൺസൾട്ടേഷനോ കാര്യങ്ങളോ അവർ ആരംഭിക്കില്ല. അവർ എന്ത് ചെയ്യും? ട്രെയിനിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ നിൽക്കില്ലേ? ട്രെയിനിങ് അല്ലെങ്കിൽ അവർക്ക് പരിശീലനങ്ങൾ കിട്ടാൻ വേണ്ടി കുറച്ച് വർഷം അവരേതെങ്കിലും ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? നിൽക്കും അല്ലെ. സോ അത്തരത്തില് ഒരു ഹോസ്പിറ്റല് പോസ്റ്റ് MD കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് നിൽക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവര് പോസ്റ്റ് MD കഴിഞ്ഞ ആളുകളാണ്. പോസ്റ്റ് MD അവർ പൂർത്തിയാക്കിയ ആളുകളാണ്. ജൂനിയർ റെസിഡന്റ് എന്ന് പറയുമ്പോഴോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പറയാം. അപ്പൊ ഇവിടെ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും. സീനിയർ ആണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിലാണ് മെഡിക്കൽ സ്റ്റാഫുകളായിട്ട് വരുന്നത്. രണ്ടാമത്തത് ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU ടീം. അതുപോലെ തന്നെ ഇപ്പോ വരുന്ന ICUലുള്ള പേഷ്യൻസിന് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഇൻറ്റുബേഷൻസ് പോലെയുള്ള എയർവേ ക്ലിയർ ആക്കുന്നതുമായി ബന്ധപ്പെട്ട പല പ്രൊസീജിയേഴ്സും നമ്മുടെ പേഷ്യൻസിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. സോ അത്തരത്തില് പേഷ്യൻസിനെ നല്ല രീതിയിൽ ആവശ്യമായ റെസ്പിറേറ്ററി ഹെൽപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളും വളരെ ICU ടീമിന്റെ ഒരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു അംഗം കൂടിയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. വളരെയധികം അത്തരത്തില് പൾമണറി ആൻഡ് കാർഡിയോളജി മെഡിസിനിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ കൂടി ആ ഒരു ICU ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകൾ. നഴ്സിംഗ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നല്ല പരിശീലനം ലഭിച്ച നഴ്സിംഗ് സ്റ്റാഫുകൾ ആയിരിക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോ ആവറേജ് കോമ്പിറ്റൻസ്. നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച ആ എബോ ആവറേജ് കോമ്പിറ്റൻസ്, ഒരു ആവറേജ് കഴിവല്ല, അതിൽ കൂടുതൽ നല്ല രീതിയിൽ കഴിവുള്ള നല്ല പരിശീലനങ്ങൾ ലഭിച്ച ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകളായിരിക്കും ഒരു ICUയിൽ ഉണ്ടായിരിക്കുക. അതുപോലെ റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ. അപ്പൊ ഒരു ICUയിലെ നഴ്സ് പേഷ്യന്റ് റേഷ്യോ, സാധാരണ ശുപാർശ ചെയ്യുന്ന ഒരു നഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 or 1:2. ആ ഒരു നഴ്സ് പേഷ്യന്റ് റേഷ്യോ അത് അണ്ടർലൈൻ ചെയ്തതാണ്. അതായത് ഒരു രോഗിക്ക് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു നഴ്സ് 2 രോഗികൾക്ക് വേണ്ടി ഒരു നഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. എന്താണ് അതെ, 2 ആൾക്കും ഒരു നഴ്സ് എന്നുള്ള രീതിയിൽ 1:1 or 1:2 ആണ് സാധാരണയായിട്ട് ഒരു നഴ്സ് പേഷ്യന്റ് റേഷ്യോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന നഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഓക്സിലറി പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതാണ് 1:1 or 1:2? അതായത് ഒരു നഴ്സ് ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു നഴ്സ് 2 പേഷ്യന്റിന് എന്ന നിരക്ക്
കേട്ടോ. അപ്പൊ അത് പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ നഴ്സസിന്റെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഈ റേഷ്യോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. ഇപ്പൊ 1:1 ആയിരിക്കാം അല്ലെങ്കിൽ 1:2 ആയിരിക്കാം. ഓക്കെ. ദെൻ ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിലറി പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ICUവില് ഹെൽപ്പിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ, സഹായകമായിട്ടുള്ള വ്യക്തികൾ, സ്റ്റാഫുകൾ, സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പിംഗ് സ്റ്റാഫുകളില്ലേ ഉണ്ടോ? അതായത് ഇപ്പോ നഴ്സസിനെയും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളെയൊക്കെ സഹായം ചെയ്യുന്നു. അതായത് ICU ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് എയ്ഡ്സ് പറഞ്ഞാല് വാർഡ് ബോയ്, ഫീമെയിൽ അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ്, ഇവരൊക്കെ നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഹെൽപ്പ് ചെയ്യുന്ന സഹായകമായിട്ട് അല്ലെങ്കിൽ സഹായിക്കുന്ന സ്റ്റാഫുകളാണ് ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത്. എല്ലാ റേഷ്യോസിൽ ചെറിയ അങ്ങോട്ട് 1:1 അല്ലെങ്കിൽ 1:2 ആണ് സാധാരണയായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവിടെ സ്റ്റാഫുകളുടെ ലഭ്യത കുറയുന്നതിനനുസരിച്ചാണ് ഈ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന റേഷ്യോ ആണ് 1:1 അല്ലെങ്കിൽ 1:2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് ഒന്നുകൂടി പറയാം. അപ്പോ 4 സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട 4 ഘടകങ്ങളാണ്, 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റാഫ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നഴ്സിംഗ് സ്റ്റാഫ്, ഓക്സിലറി പേഴ്സണൽ. അതിലെ മെഡിക്കൽ സ്റ്റാഫുകളില് എന്തൊക്കെ വരുന്നുണ്ട്? ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ റെസിഡന്റ് ഡോക്ടേഴ്സ്, അതായത് സീനിയർ ആൻഡ് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും വരുന്നുണ്ട്. ഇനി രണ്ടാമത്തത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളാണ്. അവര് കാർഡിയോ പൾമണറി മെഡിസിൻസ് എന്നിവയിൽ വളരെ നല്ല രീതിയിൽ പ്രത്യേകമായ പരിശീലനം നേടിയിട്ടുള്ള വ്യക്തികളാണ്. അവരും നമ്മുടെ ICUവിന്റെ ഒരു ടീമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എസെൻഷ്യൽ ഭാഗം കൂടിയാണ്. ദെൻ മൂന്നാമത്തത് നഴ്സിംഗ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫ് എബോ ആവറേജ് കോമ്പിറ്റൻസ്, ആവറേജിൽ കൂടുതൽ കഴിവുകളുള്ള നല്ല പരിശീലനം ലഭിച്ച ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകളായിരിക്കും ICUവില് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ അവിടെ ICUവിലെ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന നഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:2 ആയിരിക്കും. ഇനി ഫോർത്ത് ഗ്രൂപ്പാണ് ഓക്സിലറി പേഴ്സണൽ, നമ്മുടെ സഹായകമായിട്ടുള്ള അല്ലെങ്കിൽ സഹായിക്കുന്ന രീതിയിലുള്ള സ്റ്റാഫുകൾ. ICU ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, നഴ്സിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ വാർഡ് ബോയ്, അതിൽ വരുന്നതാണ് ഫീമെയിൽ അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ് മുതലായവയൊക്കെ നമ്മുടെ ഓക്സിലറി പേഴ്സണൽസിൽ വരുന്ന കാര്യങ്ങളാണ്. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് രജിസ്ട്രാർ ഇൻ ICU. ICUവിലെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ ഇൻ ICU ആണ് പറയുന്നത്. One senior resident who become registrar, that is post MD, will always be on duty. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, സീനിയർ റെസിഡന്റ്, ഒരു സീനിയർ റെസിഡന്റ് ഹു ബിക്കംസ് രജിസ്ട്രാർ, അവരായിരിക്കും രജിസ്ട്രാർ ആയിട്ടുണ്ടാവുക. അവര് പോസ്റ്റ് MD, അതായത് ഡോക്ടർ ഓഫ് മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസ് കംപ്ലീറ്റ് ചെയ്ത ആളുകളായിരിക്കും. വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി, അവരെപ്പോഴും ഡ്യൂട്ടി സമയത്ത് എപ്പോഴും അവരാരെങ്കിലും ഒരാൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. He or she can be a consultant later after few years of attaining experience. കുറച്ച് വർഷം ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട്
ഒരു എന്താണ് ഫ്രീ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവർക്ക് പിന്നീട് എന്ത് ചെയ്യാം പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒരു ഡോക്ടറായിട്ട് കൺസൾട്ടന്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് നാൾ കുറച്ച് വർഷങ്ങൾ അവർ ട്രെയിനിങ് ചെയ്യാറുണ്ട് അല്ലെ. സോ അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കുറച്ച് വർഷം അവർ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ലഭിച്ച് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പിന്നീട് അതൊരു കൺസൾട്ടന്റ് ആയിട്ട് മാറാനും സാധിക്കും. Then shift duties of senior and junior സ്റ്റാഫുകളുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടി ആയിരിക്കും. അവിടെ സീനിയർ സ്റ്റാഫ് ആയിക്കോട്ടെ ജൂനിയർ സ്റ്റാഫ് ആയിക്കോട്ടെ അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് ഉണ്ടായിരിക്കുക. Then the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultant must be informed. അപ്പോൾ ഒരു ICUലുള്ള പേഷ്യന്റ് പെട്ടെന്ന് അവരുടെ ഒരു അവസ്ഥ, അതായത് റൈറ്റ് ടു സ്റ്റാർട്ട് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ്, ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവരുടെ ആ ഒരു കണ്ടീഷൻ വളരെ കുറച്ചൊന്ന് ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ സീരിയസ് ആയി മാറി വിചാരിക്കും. അപ്പൊ ആ സമയത്ത് സാധാരണയായിട്ട് ഒരു പേഷ്യന്റിന് എന്തൊരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവരുടെ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ സമ്മതം വാങ്ങിച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാം. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് നമുക്കൊരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സീനിയർ റെസിഡന്റിന് അതിനുള്ള പവർ ഉണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ലേറ്റർ കൺസൾട്ടന്റ് മസ്റ്റ് ബി ഇൻഫോർമഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസൾട്ടന്റുമായിട്ട് ഇൻഫർമേഷൻ നൽകിയാൽ മതി. മനസ്സിലാവുന്നോ? അപ്പൊ രജിസ്ട്രാർ ഇൻ ICU എന്ന് പറഞ്ഞാല് ഒരു സീനിയർ റെസിഡന്റ് എപ്പോഴും ഒരു രജിസ്ട്രാർ അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് രജിസ്ട്രാർ ആയിട്ട് ICUലെ രജിസ്ട്രാർ ആയിട്ടുണ്ടായിരിക്കും. ഒരു പോസ്റ്റ് MD എന്താണ് ഡോക്ടർ ഓഫ് മെഡിസിനിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കും. അവരെപ്പോഴും ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി, എപ്പോഴും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള രജിസ്ട്രാർ അല്ലെങ്കിൽ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് അവർക്ക് കുറച്ച് വർഷം ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ സീനിയർ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ സ്റ്റാഫുകളുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടി ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഇനി ഒരു സീനിയർ റെസിഡന്റിന് റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ്, ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് ICUലുള്ള ഒരു പേഷ്യന്റിന് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിത്തൗട്ട് പെർമിഷൻ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള അനുവാദം, അതായത് ഒരു കൺസൾട്ടന്റിൽ നിന്നുള്ള അനുവാദം ഇല്ലെങ്കിൽ പോലും അത് അനിവാര്യമില്ല. അത് അവർക്കുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു അവകാശം അല്ലെങ്കിൽ പവർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷന്റെ ഒരു സാഹചര്യം വന്നാൽ ആ എമർജൻസി ട്രീറ്റ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, പേഷ്യൻസിന് അത് നൽകാം. അതിനുശേഷം മാത്രം കൺസൾട്ടന്റിനോട് ഇൻഫർമേഷൻ ചെയ്താൽ മതിയാകും. ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, രജിസ്ട്രാർ ഇൻ ICU. കംപ്ലീറ്റ് ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ജൂനിയർ റെസിഡന്റ് ഇൻ ICU. ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്നു വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ്, അതായത് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് നമ്മൾ ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. അതായത് പരിശീലനങ്ങളിൽ ഉൾപ്പെടുത്ത അല്ലെ, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഡോക്ടർ ഇൻ ട്രെയിനിങ്. നമ്മൾ അവിടെ പരിശീലനങ്ങൾ നൽകുന്നതാണ്. വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ അതിൽ ഒരു ഡോക്ടർ, ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കണം. ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ്, അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ് while in ICU and preparing summaries. ICUലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട സമ്മറീസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോ ജൂനിയർ റെസിഡന്റ് ഇൻ ICU എന്ന് പറഞ്ഞാൽ
എപ്പോഴും ഒരു ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന നമ്മളവിടെ പരിശീലനങ്ങൾ കൊടുക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവര് അതിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ, എപ്പോഴും ഒരു ഡോക്ടർ അവിടെ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയിൽ, ആ ഒരു യൂണിറ്റിലെ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയിൽ എപ്പോഴും ലഭ്യമായിരിക്കണം അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് ഐസിയിലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക, അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്മറീസ് പ്രിപ്പയർ ചെയ്യുക മുതലായവയാണ്. വായിച്ചു നോക്കിയേ. വായിച്ചോ? അപ്പൊ നമ്മള് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ICU അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. അപ്പോ നമ്മൾ എവിടെ മുതലാണ്, നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ ഒന്നുകൂടി നോക്കിയിരുന്നു. അപ്പൊ ICU എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കോമൺ ടൈപ്സ് ഓഫ് ICUs പറഞ്ഞു. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ് പറഞ്ഞു, സ്റ്റാഫിംഗ് പറഞ്ഞു, ജൂനിയർ റെസിഡന്റ് ഇൻ ICU വരെയും പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.